സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെ, അതെ, ആലപ്പുഴയിലെ സെൻറ്റ് ജോസഫ് കോളേജ്, സെൻറ്റ് ജോസഫ് ഫോർ വുമൺസ്. ഇവിടുത്തെ കുട്ടികളൊക്കെ അതീവ സുന്ദരികളും എനർജറ്റിക്കുമാണ്. അപ്പോൾ ഈ എപ്പിസോഡും നമ്മൾ തകർക്കും. ഓക്കെ, കം ഓൺ. ക്രൈം ഫയൽ എന്ന സിനിമയിൽ റിസാബാവ ചെയ്ത ഒരു ഗംഭീര സീനുണ്ട്. അതിലെ ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ച് വായിച്ചു നോക്കിച്ചു മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരനിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുടുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി 10-20 എണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. യെസ്, അപ്പം ഞാൻ പറയാതെ തന്നെ ഭയങ്കര എനർജിയാണ് എല്ലാവർക്കും. അടിപൊളി അടിപൊളി. അപ്പോൾ ആദ്യം ആരെയാണ് വിളിക്കുന്നത്? അപർണയെ വിളിക്കുക അല്ലേ? അപർണ വരൂ. അപർണ ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? എവിടെയാ നാട്? ട്രിവാൻഡ്രത്തോടെ. ഓക്കെ, ഡയലോഗ് പഠിച്ചായിരുന്നു കുറച്ച്. ഏത് സിനിമയിലാണെന്ന് അറിയോ? ക്രൈം ഫയൽ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അങ്ങോട്ട് ആക്ഷൻ. ആളും തരവും നോക്കി. ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഓ പിന്നെ ബോഡി ലാംഗ്വേജ് നോക്കി പറയുന്ന ഒരാള് പൊളിക്കും. ഇതിനു മുന്നേ ഒരുപാട് പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് തിരിഞ്ഞു നോക്കി വെച്ചും മതി. പള്ളി പ്രമാണത്തിന്റെ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കല്ലറുണ്ട് ആ ശവക്കോട്ട. ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? ആ ശവക്കോട്ടയുടെ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളാരുടെ വെട്ടരിവാൾ കൊണ്ട് മരിച്ച ഒരു വെട്ടേറ്റ് മരിച്ച ഒരു ജോസഫ് പുന്നശ്ശേരി, അയാളുടെ ഒരു അനിയനുണ്ട്. നമുക്ക് പോവാം. കൃഷ്ണ അങ്ങനെ അപർണയുടെ അരിപറക്കലിന് ശേഷം നമ്മൾ വളരെ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന കോൺഫിഡൻസോട് നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫേസിലുണ്ട് കോൺഫിഡൻസ്. ഇത് ഞാൻ തകർക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിളിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കുക. വരും. എന്തോ ഇവിടേക്ക് എന്നെ മറവിലൊക്കെ വന്നിരിക്കുന്നു. എന്താണ് പേര്? അദീന. അദീന. എവിടെയാ നാട്? ആലപ്പുഴ. എവിടെ ഏതിനാ പഠിക്കുന്നത്? BSc കോളേജ്. ഓക്കെ, അങ്ങോട്ട് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ആക്ഷൻ. പൊളിക്കും, ഒരുപാടോളം പൊളിച്ചിട്ടുമുണ്ട്. നാരായണ നാരായണ. ആളും തരവ് നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടേക്ക് വായിച്ച് നോക്കിയിട്ട് മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കല്ലറുണ്ട് അവിടുത്തെ ശവക്കോട്ടയില്. ശവക്കോട്ടയെന്ന് ചൂണ്ടി ഇങ്ങനെ പറയാണ് കംപ്ലീറ്റ്. എന്തായാലും നിന്റെ ഗ്രഹനില ഞാൻ മനോഹരന്റെ കയ്യിലൊന്ന് കൊടുക്കാൻ പോവാ. പീരുമേട് ചായത്തോട്ടത്തിലെ പെൺപിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റു ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി, അവിടുത്തെ പുന്നാര അനിയനെ. എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. യെസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ പേര് നേഹ. അതാണോ വിശേഷം? വിശേഷമല്ലേ? ഓക്കെ, നേഹ. എവിടെ നാട്? എൻ്റെ വീട് കളർവോട്. സോറി, കളർവോട്. ആലപ്പുഴയാണോ? ഇന്ന് തുടങ്ങിയാലോ നമുക്ക്? പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ച് നോക്കിയേച്ചും മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറ ഉണ്ട് അപ്പുറത്തെ ശവപ്പറമ്പില്. ചിന്തയിലുണ്ടോ? അല്ലടാ ബാബു. പൊളിക്കും, ഒരു നാടോട് പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ച് നോക്കിയേച്ചും മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കല്ലറുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയിൽ. ചിന്തയിലുണ്ടോ? പീരുമേട്ട് തേയിലത്തോട്ടത്തിലെ പെൺപിള്ളാരുടെ വെട്ടരിവാളിന്റെ വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടുത്തെ പുന്നാര അനിയനെ. ആ ദുഷിച്ച ശവത്തിനെ തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിഞ്ഞ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ ശവത്തിനെ ഇവറ്റകളെ പോലത്തെ 10-20 പേരെ കൊണ്ട് ചുമന്ന് നാട് മുഴുവൻ കാണിച്ച്
നാട് മുഴുവൻ കാണിച്ച് പനിനീർ പൂ ഇട്ട് സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാ മതി. പനിനീർ പൂ അല്ല പിന്നെ പനിനീർ വെള്ളത്തിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകപ്പിച്ച് പനിനീർ വെള്ളത്തിൽ കുളിപ്പിച്ച് അങ്ങനെയാണോ? കുന്തിരിക്കം പുകപ്പിച്ച് നാടും കബറടക്കിയ നാടും നാട്ടുകാരും മറന്നിട്ടില്ല. പൊളിച്ചടുക്കി കളഞ്ഞു. അടിപൊളി 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 സൂപ്പർ. മോള് വരും. എന്താണ് വിശേഷം? സുഖം. എവിടെയാണ് നാട്? എവിടെ? ഞാൻ ആലപ്പുഴക്കാരി തന്നെയാണ്. ആലപ്പുഴക്കറിയാണ്. അടിപൊളി. ആലപ്പുഴയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആലപ്പുഴ കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്നു. വള്ളംകളി കേരളം ആകെ ജലോത്സവം എന്നറിയപ്പെടുന്ന വള്ളംകളിയുടെ മണ്ണാണ് ആലപ്പുഴ. ജലത്താൽ ചുറ്റപ്പെട്ട ജലത്താൽ ചുറ്റപ്പെട്ട ഒരു നാടാണ് നമ്മുടേത്. പിന്നെ ടൂറിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പാഞ്ഞ് എത്തുന്നത് ഒരു സ്ഥലമാണ് ആലപ്പുഴ. എന്തുകൊണ്ട് ആലപ്പുഴ സൂപ്പറാണ്. അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്? ആൾക്കാരെല്ലാം പക്ക വൈബാണ്. നമുക്ക് സേഫാണ്. ഏത് രാത്രിയും എന്ത് വേണേലും പക്കയായിട്ട് നമുക്ക് ഇവിടെ കൂടെ പോവാം. ഫുൾ സെറ്റ്. പേരെന്തായിരുന്നു? അലീന. അലീന. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. പൊളിക്കാലോ, കൊണ്ട് പൊളിച്ചടിക്കാലോ. ആക്ഷൻ. പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. വല്ല ഉടായ്പ വല്ലതും ആണോ? ആളും തരവും അറിഞ്ഞ് മനസ്സറിഞ്ഞ് പിന്നോട്ട് മറിച്ച് നോക്കി വെച്ചും മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കൽ വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് ദാ അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരിമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളാരുടെ വെട്ടരുവാളിന്റെ വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് മുണ്ടശ്ശേരിയെ. കഥ മാറി. പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളാരുടെ വെട്ടരുവാളിന്റെ വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് മുന്നശ്ശേരിയെ ഓർമ്മയുണ്ടോ? അങ്ങയുടെ പുന്നാര പുത്രൻ, സോറി അനിയൻ. ചായ എന്തെങ്കിലും പറഞ്ഞോ സർ? അത് ശരിയാവില്ലടാ. വിസ്കി തന്നെ വേണം. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടിച്ചോളാം. ആ ദുഷ്ട ഷാവിന്റെ ശവം ഒരു തെമ്മാടിക്കുഴിയിലേക്കും വലിച്ചെറിയുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പകരം ആ പഴുത്തുനാറിയ ഇറച്ചി കഷ്ണം ദാ ഇതുപോലെ. സോറി, പുഴുത്തുനാറിയ ഇറച്ചി കഷ്ണം ദാ ഇതുപോലത്തെ 10-20 കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് കുന്തിരിക്കം പുകച്ച് പനിനീരാൽ കുളിപ്പിച്ച് കബറടക്കിയത് ഞങ്ങളാരും മറന്നിട്ടില്ല, ഈ നാടും നാട്ടുകാരും. പേരെന്താണ്? റസ്മ. റസ്മ എവിടെയാണ് നാട്? ഇവിടെ തന്നെ, ആലപ്പുഴ തന്നെ. ആലപ്പുഴ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA ഹിസ്റ്ററി ഫൈനൽ ഇയർ. സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചു കാണുമല്ലോ അല്ലേ? റെഡി, ആക്ഷൻ. പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. ഒന്നുകൂടെ പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ച് നോക്കിയേച്ച് മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കല്ലറയുണ്ട് ദാ അപ്പുറത്തെ ശവക്കോട്ടയിൽ. ചിന്തയിലുണ്ടോ? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ, ബന്ധുവാ? പീരുമേടിലെ ചായത്തോട്ടത്തിലെ പെമ്പിള്ളാരുടെ വെട്ടരിവാള് കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടുത്തെ പുന്നാര അനിയനെ. പുന്നശ്ശേരിയല്ലേ? പുന്നശ്ശേരി. അവിടുത്തെ പുന്നാര അനിയനെ ദുഷ്ടശാവിന്റെ ശവത്തെ തെമ്മാടിക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദാ ഇമ്മാതിരി 10-20 കൊണ്ട് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. ഇത്രയും പക്വതയും ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടുത്തതായി വേദിയിലേക്ക് വരുന്നു മാളവിക. ഓക്കെ അല്ലേ? സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചല്ലോ? കുഴപ്പമില്ല. അതുകൊണ്ട് മറന്നു. അത് കുഴപ്പമില്ല. അതിപ്പോ ഈ നമ്മൾ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ആക്ഷൻ. പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ച് നോക്കിയേച്ച് മതി ഈ സഭാപ്രമാണത്തിനെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറുണ്ട് വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറുണ്ട് ദാ ആ അപ്പുറത്തെ ശവപ്പറമ്പില്. ചിന്തയിലുണ്ടോ? പീരമേട് ചായത്തോട്ടത്തിലെ പെമ്പിളയുടെ വെട്ടരിവാളിന് വെട്ടേറ്റ് ചത്ത ജോസഫ് പുന്നശ്ശേരി, അവിടുത്തെ പുന്നാര അനിയനെ. ദുഷ്ടശാവിന്റെ ശവം ഒരു തെമ്മാടിക്കുള്ളിലേക്ക് വലിച്ചെടുത്തത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറി ഇറച്ചിക്കെട്ട് ഇതുപോലുള്ള ഇമാതിരി 10-20 കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പന്നീർ കുളിപ്പിച്ചും കുന്തിരിക്കം പുകച്ചും
കബറടക്കിയത് ഞങ്ങളാരും മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു, വരൂ, കായംകുളംകാരി അമീറ. യെസ്, അമീറ, നാട് കായംകുളം. കായംകുളമാണ്. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഹോം സയൻസ് ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. പൊളിക്കല്ലേ നമുക്ക്? റെഡി, ആക്ഷൻ. പൊളിച്ചിട്ടുണ്ട്, ഒരുപാട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ച് നോക്കിയിട്ട് മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കല്ലറയുണ്ട് ദേ ആ ശവപ്പറമ്പിൽ. ചിന്തയിലുണ്ടോ? പരിശ്രമം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ കയറി വരുന്നു, ഈ നിലയിലെത്തുന്നു. എന്തേ ഇത്ര ലേറ്റ് ആയേ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളാരുടെ വെട്ടരുവാൾ കൊണ്ട് വെട്ടേറ്റ് മരിച്ച ജോസഫ് പുന്നശ്ശേരിയെ, അങ്ങയുടെ പുന്നാര അനിയനെ, ആ ദുഷ്ടശാവിന്റെ ശവശരീരം കല്ലറയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. തെമ്മാടിക്കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പകരം ഇമാതിരി 10-20 പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ഇമാതിരി 10-20 എണ്ണത്തിനെ കൊണ്ട് ചുമന്ന് നഗരം ചുറ്റിച്ച് പനിനീർ കുളിപ്പിച്ച് കുന്തിരികം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അപ്പോ അടുത്തതായിട്ട് വരുന്നു, വായോ, ആവണി പൊന്നൂഞ്ഞാൽ. വരും. ഈ ആവണി എന്നുള്ള പേര് ഭയങ്കര രസമുള്ളൊരു പേരാണ്. അതിന് അർത്ഥം എന്താണ്? ഭൂമി. ഭൂമി. ഏതിനാ പഠിക്കുന്നത്? ഇങ്ങനെ കാണിച്ചത് വെപ്രാളം കൊണ്ട് കാണിച്ചോട്ടോ. നാട് അങ്ങോട്ട് കാണിക്കും. വയലാറ്. വയലാർ എവിടെ? എവിടെ? രാമവർമ്മ സ്കൂളിന്റെ ബാക്കില്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അച്ഛൻ. ഞാൻ ഡയലോഗ് പറഞ്ഞു. ആക്ഷൻ. പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട് അല്ലേ? പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് ചിന്തിച്ചിട്ട് വേണം, ചിന്തിച്ച് നോക്കിയേച്ചും വേണം ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് ദാ. ആകാശത്തോട്ടാണോ കല്ലറ ഇരിക്കുന്നത്? അപ്പുറത്തെ ശവക്കല്ലറയില്, കോട്ടയില്. ചിന്തിച്ചിട്ടുണ്ടോ? സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാ മതി. പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ അല്ലേ? അതെ, പെമ്പിള്ളേരുടെ അതിടക്കടെ ഇങ്ങനെ പറയുന്നത് തെറ്റിപ്പോവേ. വെട്ടരുവാളിന്റെ വെട്ടേറ്റും ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി. ഇയാൾ എന്തിനാ ഈ പേക്കൂത്തിന് ഇറങ്ങിയത്? ആ ദുഷ്ടശാവിന്റെ ശവത്തെ തെമ്മാടിക്കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ഇമ്മാതിരി 20 എണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കാൻ പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും ഈ നാട്ടുകാരും. തീർന്നോ? ഓ പിന്നെ ഇല്ല, ടെൻഷൻ കുറച്ച്. അതൊരു വല്ലാത്ത ഉത്തരവാണല്ലോ. നാട് കറക്റ്റ് എവിടെയാണ്? ആലപ്പുഴ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA ഹിസ്റ്ററി. ഓക്കെ അല്ലേ? ആക്ഷൻ. എന്ത് പറയാ? പൊളിച്ചിട്ടുണ്ട്. എന്റെ മോളൊരു മിതഭാഷിയാ. അതെ അതെ, ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ വില പോലും ചോദിക്കാറില്ല. ഒരു കാര്യം ചെയ്യും, ഒരു ടങ് ട്വിസ്റ്റർ അത് പറയുന്നു. ഇനി അതിന്റെ കുറവോടെ ഉള്ളൂ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി നിർത്താതെ 3 പ്രാവശ്യം പറയണം. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി നിർത്താതെ 3 പ്രാവശ്യം പറയണം. കൃഷ്ണമൂർത്തിയുടെ പുത്രൻ. ഓക്കെ, കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമപുത്രി. കണ്ടാ തന്നെ അറിയാം ഒരെണ്ണ ശരിയല്ല. കറക്റ്റായിട്ട് ഇവർ പറഞ്ഞുതരും കേട്ടോ. ഇങ്ങോട്ട് നിന്നോ. കൃഷ്ണമൂർത്തിയുടെ
ഞാൻ പറഞ്ഞ മൂത്ത പുത്ര രാമമൂർത്തി. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വലിയ തമാശക്കാരാണെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും കറക്റ്റായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ പ്രത്യേക പ്രൈസ് തരുന്നതായിരിക്കും. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. അപ്പൊ ആ പ്രൈസ് എനിക്കുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് ചാൻസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഇല്ലില്ല കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. 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 കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. യെസ്. അപ്പം വളരെ മനോഹരമായി എല്ലാവരും പെർഫോം ചെയ്ത് അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്തു. പിന്നെ കുറേ പേര് നല്ല രസകരമായിട്ട് ടങ് ട്വിസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒരാളെ അങ്ങ് വിളിച്ചിട്ടൊരു പ്രൈസ് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇവർ മുന്നിൽ ബാക്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമില്ല, ഒരാളെ ഞാൻ അങ്ങ് വിളിക്കുകയാണ്. മാളവിക വരൂ. മാളവിക നല്ല രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് വളരെ കോൺഫിഡൻസോടു കൂടിയാണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് നൽകുന്ന ഒരു ക്യാപ്പ്, പിന്നെ വിയ ചോക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഈ ബ്ലഡിൽ അയണിൻ്റെ ഒക്കെ കണ്ടന്റ് കൂടാൻ പറ്റുന്ന സാധനം. അടുത്തതായിട്ട് വിളിക്കുന്നു അമീറ. എന്തുണ്ട് അമീറ? നല്ല രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. സ്ക്രിപ്റ്റൊക്കെ നല്ലോണം പഠിച്ചു. ഓക്കെ, കൈതറ പിന്നെന്ത്. അപ്പോൾ അതാണ്ട് ഒരു എലമെൻറ്റ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. അതായത് കൃഷിക്കാരിൽ നിന്ന് നേരെ കസ്റ്റമേഴ്സിലേക്ക് ഓർഗാനിക് ഓയിലാണത്. ഇത് ശരിക്കും നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം. അത്ര അതെന്ന് പറഞ്ഞാൽ കുടിക്കണ്ട. അപ്പോൾ അതാണ്ട എലമെൻറ്റ്സ് കോക്കനട്ട് ഓയിൽ. അടുത്തത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു വേറൊരു വേരിയേഷനിലേക്ക് എത്തിച്ച് ടങ് ട്വിസ്റ്റ് വളരെ മനോഹരമായി ചെയ്യുകയും അത് ചെയ്താൽ പ്രൈസ് തരുമോ എന്ന് ചോദിച്ചൊരു കുട്ടിയുണ്ട്, അലീന വളരെ മനോഹരമായി പെർഫോം ചെയ്തു. ടങ് ട്വിസ്റ്റ് ഉള്ള. അപ്പോൾ നമ്മുടെ ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്. വൈവിധ്യമാർന്ന രുചികൾക്കുള്ളത് ഒയസ്കോ. ഓക്കെ. അടുത്തതായിട്ട് എന്താണ്, ആദ്യം തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി വന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്ത ഒരു കുട്ടിയുണ്ട്. വളരെ എന്താണ് ഭയങ്കര കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിക്കട്ടെ. നേഹ. അപ്പം നേഹയ്ക്ക് ഒയസ്കോ കൃഷ്ണവേണിയുടെ ഒരു സേമിയ കൂട്ടാണിത്. വൈവിധ്യമാർന്ന രുചിക്ക് ഒയസ്കോ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഇല്ലാതായി എന്നെ ഇടയ്ക്ക് ദൈവമേ എന്നൊക്കെ വിളിച്ച് എന്നെ ദൈവത്തിന് തുല്യമൊക്കെ ആക്കിയ ഒരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പ്രൈസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആവണി പൊന്നു ഞാലാടുമ്പോൾ നിന്നെ ഞാൻ വരും. ആവണി, കൺഗ്രാറ്റ്സ്. അപ്പോൾ വേണ്ട, പ്രൈസ് തന്നില്ലെന്ന് വേണ്ട, പ്രൈസ് തരികയാണ്. ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപോളിൻ്റെ ഒരു മനോഹരമായ ഗിഫ്റ്റ്. ഓക്കെ. ഇത് ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ മനോഹരമായ കുട്ടികളും ആശയവും ചിന്തകളും ടങ് ട്വിസ്റ്റും ഒക്കെ ആയിരുന്നു. വളരെ എനർജറ്റിക് ആയിരുന്നു ഇവർ. സോ തൽക്കാലം നമുക്കിവിടെ പറയാം ഗുഡ് ബൈ.